അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. മാർത്തഹള്ളിയിലെ വീട്ടിൽ നിന്ന് 18 കോടിയുടെ സ്വർണവും ഡയമണ്ടും കവർന്ന നേപ്പാളി ദമ്പതിമാർക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. ഇപ്പൊ എന്താ പറഞ്ഞ? 18 കോടിയുടെ സ്വർണവും ഡയമണ്ടും കവർന്ന നേപ്പാളി ദമ്പതിമാർക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. വീട്ടുജോലിക്കാരുടെ വ്യാജേന എത്തി വീട്ടുകാരുടെ വിശ്വാസം അത് നേടിയെടുത്ത ശേഷമായിരുന്നു ഈ വൻ കവർച്ച. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിനൊരു പോക്കേ. 20 ദിവസം മുൻപ് മാത്രം ജോലിക്കെത്തിയ ദിനേശും കമലയും, ഒരാൾക്ക് വീട്ടുപണിയും മറ്റേയാൾക്ക് സുരക്ഷാ ജോലിയും. ചുരുങ്ങിയ ദിവസം കൊണ്ട് വീട്ടുകാരുടെ വിശ്വാസം ആർജിച്ച് ഇരുവരും ചേർന്ന് നടത്തിയത് കർണാടകയെ തന്നെ ഞെട്ടിച്ച വൻ കവർച്ച. മാർത്തഹള്ളിയിലെ ഒരു കോൺട്രാക്ടറുടെ വീട്ടിൽ നിന്നാണ് ദമ്പതിമാർ സ്വർണവും ഡയമണ്ടും വെള്ളിയും പണവും അടക്കം 18 കോടി രൂപയുടെ കവർച്ച നടത്തിയത്. ഇവർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇരുവരുടെയും ദൃശ്യങ്ങളും മാർത്തഹള്ളി പോലീസ് പുറത്തുവിട്ടു. വീട്ടുടമയായ കോൺട്രാക്ടർ സുഹൃത്തുക്കൾക്കൊപ്പം ഫിലിപ്പൈൻസിലേക്കും ഭാര്യയും മക്കളും ബന്ധുവീട്ടിലും പോയ സമയത്തായിരുന്നു കവർച്ച. പുറമേ നിന്ന് സഹായികളായി മറ്റു ചിലരെ എത്തിച്ച ശേഷം മുകളിലെ കിടപ്പുമുറികളിലും താഴത്തെ മുറികളിലും ഉണ്ടായിരുന്ന ലോക്കറുകൾ കുത്തിപ്പൊളിച്ചാണ് ആസൂത്രിതമായി കവർച്ച നടത്തിയത്. അതിപ്പോ അത്ര വലിയ തെറ്റായി പോയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിനു മുന്നോടിയായി UPS ഓഫ് ചെയ്ത് സുരക്ഷാ സജ്ജീകരണങ്ങൾ ഇവർ പ്രവർത്തനരഹിതമാക്കിയിരുന്നതായി പോലീസ് കണ്ടെത്തി. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. വീട്ടുകാർ മടങ്ങിയെത്തിയപ്പോഴാണ് കവർച്ച തിരിച്ചറിഞ്ഞതും പോലീസിൽ പരാതി നൽകിയതും. നേരത്തെ ഇവിടെ ജോലി ചെയ്തിരുന്ന നേപ്പാളി ദമ്പതിമാരായ മായ, വികാസ് എന്നിവരെയും പോലീസ് അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. 8 മാസത്തോളം ജോലി ചെയ്ത ഇരുവരും ഈ മാസം ആദ്യം നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഇവരാണ് ഇപ്പോൾ കവർച്ച നടത്തി മുങ്ങിയ ദിനേശിനെയും കമലയെയും വീട്ടുടമയ്ക്ക് പരിചയപ്പെടുത്തി നൽകിയത്. പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് മാർത്തഹള്ളി പോലീസ്. വേറെ ഒരു വഴിയില്ല, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും.